നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആർക്കും ചോർത്താൻ കഴിയാത്ത ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത സംഭവ് ഫോണുകൾ കൂടുതൽ സൈനികർക്ക് നൽകി കേന്ദ്ര സർക്കാർ. സംഭവ് സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ 30,000 സൈനിക ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു കഴിഞ്ഞു. രാജ്യസുരക്ഷ മുൻനിർത്തിയാണ് ഇത്. സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പാക്കാൻ നേരത്തെ 2024 ഒക്ടോബറിൽ ചൈനയുമായി നടന്ന അതിർത്തി ചർച്ചയിലാണ് സംഭവ് ആദ്യമായി ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത്. റിപ്പോർട്ട് പ്രകാരം സുരക്ഷിതമായ സംഭവ് ഫോണുകൾ ഉപയോഗിക്കുന്നത് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹത്തിന്റെ വാർഷിക പത്രസമ്മേളനത്തിനിടെ സ്ഥിരീകരിച്ചു. ഈ സുരക്ഷിത സ്മാർട്ട് ഫോണുകൾ വികസിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനുമുള്ള പദ്ധതി കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി വികസിപ്പിച്ച സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ സ്മാർട്ട് ഫോണുകൾ ചോർത്താൻ എളുപ്പമല്ല. പൂർണ്ണമായും എൻക്രിപ്റ്റഡായ സ്മാർട്ട് ഫോണുകളാണ് സംഭവ്. ഇതിൽ 5G സാങ്കേതിക വിദ്യയാണുള്ളത്. ഇന്ത്യൻ ആർമി രാജ്യത്തെ വ്യവസായ അക്കാദമിക് സമൂഹവുമായി ചേർന്ന് വികസിപ്പിച്ച സ്മാർട്ട് ഫോണാണ് സംഭവ്. തൽക്ഷണ കണക്ടിവിറ്റി ഉപയോഗിച്ച് സുരക്ഷിതമായ ആശയവിനിമയം സാധ്യമാക്കുന്നതിനായി സൈന്യം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എൻഡ്-ടു-എൻഡ് സുരക്ഷിത മൊബൈൽ എക്കോസിസ്റ്റം വികസിപ്പിച്ചെടുത്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചൈനയുമായുള്ള അതിർത്തി ചർച്ചയിൽ രഹസ്യ സ്വഭാവം നിലനിർത്താൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ചത് സംഭവ് ഫോണാണ്. തന്ത്രപ്രധാനമായ വിവരങ്ങളും രേഖകളും ആർമി ഉദ്യോഗസ്ഥർക്ക് പരസ്പരം കൈമാറാനുള്ള പ്രത്യേക ആപ്ലിക്കേഷനുകൾ ഈ ഫോണിലുണ്ട്. വളരെ സാങ്കേതിക വിദ്യയുള്ള സംഭവ് സ്മാർട്ട് ഫോണുകൾ സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പുവരുത്തുന്നു. തദ്ദേശീയമായ ഉപഗ്രഹ മാപ്പിംഗ് സംവിധാനം ഉൾപ്പെടുന്ന സ്മാർട്ട് ഫോണുകളാണ് സംഭവ്. കൃത്യമായ നാവിഗേഷൻ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് സഹായമാവുകയും ചെയ്യുന്നു. വിവിധ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നതിനാൽ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി അതിർത്തി പ്രദേശങ്ങളിലും ഉൾഗ്രാമങ്ങളിലും പോലും സംഭവ് ഫോണുകൾ ഉറപ്പാക്കും. സാധാരണ മൊബൈൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാൽ നിർണായക വിവരങ്ങൾ ചോരാൻ സാധ്യത കൂടുതലാണ്. തന്ത്രപ്രധാനമായ രേഖകൾ പബ്ലിക് ഡൊമെയിനിലേക്ക് ചോരുന്നത് തടയാൻ എയർടെൽ, ജിയോ നെറ്റ്വർക്കുകളുമായി പൊരുത്തപ്പെടുന്ന ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ സൈന്യം ലക്ഷ്യമിടുന്നു. മുമ്പ് നിരവധി സൈനിക ഉദ്യോഗസ്ഥർ വിവരങ്ങളും രേഖകളും പങ്കിടുന്നതിന് വാട്സാപ്പിനെയും സമാന ആപ്ലിക്കേഷനുകളെയും ആശ്രയിച്ചിരുന്നു. ഇത് പതിവ് ലംഘനങ്ങളിലേക്ക് നയിച്ചു. ഈ പുതിയ ഫോണുകൾ പ്രധാന ഉദ്യോഗസ്ഥരുടെ കോൺടാക്ട് നമ്പറുകൾ മുൻകൂട്ടി ലോഡ് ചെയ്തിരിക്കുന്നു. ഇത് ഉദ്യോഗസ്ഥർക്ക് അവരെ സ്വമേധയാ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം ഇല്ലാതാക്കുന്നു. പ്രമുഖ അക്കാദമിക് സ്ഥാപനങ്ങളുമായും വ്യവസായ വിദഗ്ധരുമായും പങ്കാളിത്തത്തോടെ ഇന്ത്യൻ സൈന്യം സംഭവ് വികസിപ്പിച്ചെടുത്തു. മൊബൈൽ ശൃംഖലയിൽ ഒളിഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മൊബൈലുകളുടെ വിവര സുരക്ഷ അപകട സാധ്യതയിലാണ്. തൽക്ഷണ കണക്ടിവിറ്റി ഉപയോഗിച്ച് സുരക്ഷിത ആശയവിനിമയം നൽകുന്നതിനായി എൻഡ്-ടു-എൻഡ് സുരക്ഷാ മൊബൈൽ ഇക്കോസിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.